അസ്സല് കോഴിക്കോടൻ കൂന്തൽ നിറച്ചത്. അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു അരക്കപ്പ് തേങ്ങ, 4 ചെറിയുള്ളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്ത് വെച്ചിക്കണേ. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 വലിയുള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഗരം മസാല പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി പൊടികളൊക്കെ വഴന്ന് വരുമ്പോൾ കൂന്തളിൻ്റെ കുറച്ച് പാർട്സും ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് കുറച്ച് ലൈം ജ്യൂസും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്താൽ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ കൂന്തലെടുത്തിട്ട് ഓരോ കൂന്തലിനുള്ളിലേക്കും ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കുക. ഇത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ, എന്നാലും നമ്മളെല്ലാ കൂന്തലിലും നിറച്ചെടുത്തുക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു തലഭാഗം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുക്കറിൽ ഒരു 3 വിസിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. വേറൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, കുറച്ച് കരിവേപ്പിൻ്റെ ഇല പൊടികൾ കരിഞ്ഞു പോവാതെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ഓരോന്നായിട്ട് തിരിച്ചും മറിച്ചും അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബാക്കി വന്നിട്ടുള്ള ആ ഒരു കുക്കറിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി കോഴിക്കോടൻ കൂന്തൽ നിറച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.